കഥയെ ആരംഭിക്കുന്നത് ഈശ്വർ എന്നു പേരുള്ള സിക്കുകാരനായ വൃദ്ധനായ ഒരു മനുഷ്യനിൽ നിന്നുമാണ്. രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം വാർത്തകൾ കാണാൻ തുടങ്ങി. അതിനുശേഷം ഒരു പ്രത്യേക വിലാസത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ അദ്ദേഹം തന്റെ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. എന്നാൽ അത് കണ്ട ആ ഡ്രൈവർ വലിയ അത്ഭുതത്തിലായി. കാരണം ആ വിലാസം പാകിസ്ഥാനിലേതായിരുന്നു. അവിടേക്ക് പോകാനാണ് ഈശ്വർ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്. അത് കേട്ട് തികച്ചും പരിഭ്രാന്തനായ ഡ്രൈവർ ഈശ്വറിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈശ്വർ അയാളുടെ വാക്കുകൾ ചെവികൊള്ളാതെ മിണ്ടാതെ മുന്നോട്ട് വണ്ടിയോടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ചെയ്തത്. തുടർന്നവർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിലനിൽക്കുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെയുള്ള ആർമി ഉദ്യോഗസ്ഥർ അവരെ തടഞ്ഞു. ആ സമയം തനിക്ക് സർഗോദയിലേക്കാണ് പോകേണ്ടത് എന്ന് ഈശ്വർ അവരോട് പറഞ്ഞു. സർഗോദ പാകിസ്ഥാനിലാണെന്നും ഈശ്വർ ഇപ്പോൾ ഇന്ത്യയിലായതിനാൽ അദ്ദേഹത്തിന് പാകിസ്ഥാനിലേക്ക് പോകാൻ കഴിയില്ലെന്നും ആർമി ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് വ്യക്തമാക്കി. അത് കേട്ട് ഈശ്വരനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇരുകൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത വിധം എങ്ങനെയാണ് പെട്ടെന്ന് ഇവിടെ ഇത്രയും വലിയൊരു മതിൽ വന്നത് എന്നാണ് അദ്ദേഹം ആശ്ചര്യത്തോടെ ചോദിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടെന്നും അതിനെ തുടർന്നാണ് ഈ അതിർത്തി നിലവിൽ വന്നതെന്നും ആർമി ഉദ്യോഗസ്ഥൻ ആ വൃദ്ധൻ വിശദീകരിച്ചു കൊടുത്തു. എന്നാൽ ഈശ്വർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി. തനിക്ക് സർഗോദയിലേക്ക് പോകാൻ പറ്റില്ലെന്നറിഞ്ഞതും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഏറെ മോശമായി മാറി. തുടർന്ന് അദ്ദേഹത്തെ അവിടുത്തെ ആർമി ക്യാമ്പിൽ പ്രവേശിപ്പിച്ചു. ഈശ്വറിന്റെ കുടുംബത്തെ അവിടുത്തെ ഉദ്യോഗസ്ഥൻ തന്നെ വിളിച്ച് വിവരമറിയിക്കുകയും ചെയ്തു. കഥ അവിടെ നിന്നും നീർ എന്ന യുവാവിലേക്ക് തിരിയുന്നു. നീർവീർ ഗ്രവാൾ എന്നാണ് മുഴുവൻ പേര്. നീർ ഇപ്പോൾ ലണ്ടനിൽ താമസിച്ച് ജോലി ചെയ്യുകയാണ്. അയാൾക്ക് ബ്രിട്ടീഷ് പൗരത്വവുമുണ്ട്. അവിടെ ജീവിതം തുടർന്നുകൊണ്ടിരുന്ന നീറിന് താൻ ചെയ്യുന്ന ഒരു ജോലിയും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഒറ്റ വർഷത്തിനിടെ അവൻ 3 ജോലികൾ ഉപേക്ഷിച്ചിരുന്നു. ആകെ ഒരു താല്പര്യം തോന്നിയത് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാനാണ്. പക്ഷെ അവന്റെ തമാശകൾക്ക് ആളുകൾ ചിരിക്കുന്നുമുണ്ടായിരുന്നില്ല. തന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുകയാണല്ലോ എന്ന നിരാശയോടെയാണ് നീറന്ന് അവിടെ നിറങ്ങിയത്. നീറന്ന് നേരെ തന്റെ കാമുകിക്കടുത്തെത്തി. അവൾക്കൊപ്പം അടുത്തുള്ളൊരു പബ്ബിലേക്ക് പോയി. അവിടെ വെച്ച് തന്റെ കാമുകി ആ ബന്ധത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് നീറിനോട് സംസാരിക്കുന്നു. അവളേറെ ഗൗരവത്തോടെ തങ്ങളുടെ ബന്ധത്തെ കാണുന്നുണ്ടെന്ന് നീർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നീറെപ്പോഴും അത്തരമൊരു പ്രതിബദ്ധതയ്ക്ക് തയ്യാറായിരുന്നില്ല. അതിന്റെ പേരിൽ അടുത്ത ദിവസം അവനും കാമുകിയും തമ്മിൽ വഴക്കുണ്ടായി. നീറിന്റെ കാമുകി ബന്ധത്തെ വിവാഹം അതുപോലെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നീറിന് മടിയാണ്. ആ സമയത്താണ് നീറിനവന്റെ അച്ഛന്റെ കോൾ വന്നത്. മുമ്പ് തുടർച്ചയായി ഒരുപാട് മിസ് കോളുകൾ അച്ഛനിൽ നിന്ന് നീർ കണ്ടിരുന്നു. അവൻ മടക്കി വിളിക്കാൻ നോക്കിയെങ്കിലും അച്ഛനെ കണക്ട് ചെയ്ത് കിട്ടിയിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് കോൾ കണക്ട് ചെയ്യുന്നത്. നീറിന്റെ അച്ഛൻ അവനോടുള്ള കാര്യം പറഞ്ഞു. മുത്തച്ഛന്റെ ആരോഗ്യനില വളരെ ഗുരുതരമാണ്. അദ്ദേഹം ഇനി ജീവിച്ചിരിക്കാൻ സാധ്യത പോലുമില്ല. നീർ അത് കേട്ട് വല്ലാതെ അസ്വസ്ഥതയിലായിരുന്നു. അതേസമയം നീറിന്റെ കാമുകിയാകട്ടെ തങ്ങളുടെ ബന്ധത്തിന്റെ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം വേണം എന്ന കാര്യത്തിൽ നിർബന്ധം പിടിച്ച് സംസാരിക്കുകയാണ്. പക്ഷേ ഒരു വശത്ത് മുത്തച്ഛന്റെ ബുദ്ധിമുട്ട്. നീറിന് ദേഷ്യം വന്നു. താൻ അതൊക്കെ കേൾക്കാനും സംസാരിക്കാനും പറ്റിയ വലിയ മാനസികാവസ്ഥയിലാ ഉള്ളത് എന്ന മട്ടിൽ നീറ് കാമുകിയോട് തർക്കിച്ചു. കാമുകി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നീർ പിന്നാലെ തന്റെ മുത്തച്ഛനെ കാണാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇന്ത്യയിലെത്തിയ നീർ കാണുന്നത് തന്റെ അച്ഛനും അങ്കിളും മുത്തച്ഛന്റെ സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുന്നതായിരുന്നു. മുത്തച്ഛൻ വളരെ വീക്കായിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം അഥവാ വിൽ പവർ ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും ജീവൻ പിടിച്ചു നിർത്തുന്നത് എന്നാണ് അവർ പറയുന്നത്. ഡോക്ടർ പറഞ്ഞതും അപ്രകാരമായിരുന്നു. നീർ മുത്തച്ഛനെ കാണാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്കെത്തി. അദ്ദേഹം എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും വ്യക്തമാകുന്നില്ല. പിച്ചുംപേയും പറയുന്ന പോലെയാണ് പലതും കേൾക്കുന്നത്. ഇത് കണ്ട നീർ മുത്തച്ഛനോട് തുടർച്ചയായി സംസാരിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് അവന്റെ കാമുകിയുടെ കോൾ വന്നു. നീർ ഫോണിലൂടെ മുത്തച്ഛന് കാമുകിയെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മുത്തച്ഛൻ ഫോണിലുള്ള അവന്റെ കാമുകിയെ ആ പെൺകുട്ടിയെ ഫോക്കസ് ചെയ്ത് നോക്കുന്നത് നീറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് കണ്ടപ്പോ മുത്തച്ഛനെ കൂടുതൽ അടുപ്പിച്ച് അവളെ കാണിക്കാനും മുത്തച്ഛനോട് കൂടുതൽ വ്യക്തമായി സംസാരിക്കാനും അവൻ തുടങ്ങി. മുത്തച്ഛനും കൂടുതൽ വ്യക്തമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്തൊക്കെയോ നീറിനോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും വിവാഹം കഴിക്കരുത് എന്ന് അദ്ദേഹം നീറിനോട് പറഞ്ഞു. അത് കേട്ട നീറിന് അദ്ദേഹം എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നീർ പിന്നീട് പുറത്തു വന്ന് തന്റെ കുടുംബത്തെ കണ്ടപ്പോ അവർ മൊത്തം സ്വത്തുക്കളെ പറ്റിയും മുത്തച്ഛന്റെ മരണശേഷം എന്തു വേണം എന്നതിനെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നീറിനത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നീറ് തന്റെ അച്ഛനെയും ആന്റിയെയും അടക്കം അതും പറഞ്ഞ് ചോദ്യം ചെയ്തു. അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോ ഞാനിതുപോലെ സംസാരിച്ചാൽ എങ്ങനുണ്ടാകും എന്ന് നീർ ചോദിച്ചു. ആ സമയം നീ എന്തിനാ അങ്ങനെ സംസാരിക്കുന്നേ? എന്റെ അച്ഛൻ നിന്റെ അച്ഛനെ പോലായിരുന്നില്ല. അദ്ദേഹം ഞങ്ങളോട് സ്നേഹത്തോടെ മര്യാദക്കൊന്ന് സംസാരിച്ചിട്ട് കൂടിയില്ല എന്നായിരുന്നു നീറിന്റെ അച്ഛൻ വ്യക്തമാക്കിയത്. നീർ പറഞ്ഞു, പാർട്ടീഷന് ശേഷം എല്ലാം വിട്ടെറിഞ്ഞ് ഓടിപ്പോന്ന അദ്ദേഹം ഇവിടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നോക്കുകയായിരുന്നില്ലേ? ആയിക്കോട്ടെ, ഇപ്പൊ കുറെ സ്വത്തുണ്ടാക്കിയിട്ടുണ്ടല്ലോ, പോകുമ്പോക്ക് കൂടി കൊണ്ടുപോക്കോളാൻ പറ. അച്ഛൻ വലിയ ഗൗരവത്തിലായിരുന്നു. നീറിനോട് ലണ്ടനിലേക്ക് തിരികെ പോവാനും പറഞ്ഞു. പക്ഷേ നീർ അതിനെ കൂട്ടാക്കിയില്ല.
നീർ പിന്നാലെ മുത്തച്ഛൻ അടുത്തിരുന്ന് വീണ്ടും സംസാരിച്ചു. മുത്തച്ഛൻ, ചന്ദ്രനിൽ നിന്ന് കുറച്ചുപേർ വന്നു, ക്രിക്കറ്റ് മാച്ച് നടക്കാൻ പോകുന്നു എന്നിങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയാണ്. വൈകാതെ മുത്തച്ഛൻ പറയുന്നത് എന്താണെന്ന് നീർ ഡീകോഡ് ചെയ്തെടുക്കാൻ തുടങ്ങി. യാഥാർത്ഥ്യത്തിൽ മുത്തച്ഛന്റെ മനസ്സ് പാർട്ടീഷന് മുമ്പുള്ള ചെറുപ്പകാലത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കഥ അവിടെ നിന്നൊരു ഫ്ലാഷ് ബാക്കിലേക്ക് നീങ്ങുന്നു. വിഭജനത്തിന് മുമ്പ് മുത്തച്ഛൻ സർഗോദയിലായിരുന്നു ജീവിച്ചിരുന്നത്. സർഗോദയിലെ ഒരു കോളേജിലാണ് ഈശ്വർ പഠിച്ചിരുന്നതും. കീനു എന്നായിരുന്നു ഏവരും ആ സമയം ഈശ്വറിനെ വിളിച്ചിരുന്നത്. അതോടൊപ്പം ക്രിക്കറ്റിനോട് അദ്ദേഹത്തിന് കടുത്ത ഇഷ്ടവുമുണ്ടായിരുന്നു. ഈശ്വർ തന്റെ മനസ്സിൽ അഫ്സാന എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ രഹസ്യമായി സ്നേഹിച്ചിരുന്നു. ദിവസവും അവൻ അഫ്സാനയെ നോക്കി നിൽക്കുമായിരുന്നെങ്കിലും അവളോട് സംസാരിക്കാനുള്ള ധൈര്യം ഒരിക്കലും അവന് കൈവന്നിരുന്നില്ല. അഫ്സാനയ്ക്കാകട്ടെ കവിതകളോടും അഥവാ ഷായരികളോടുമൊക്കെ വലിയ താല്പര്യമായിരുന്നു. അന്ന് കോളേജിൽ നടന്നൊരു ഫംഗ്ഷനിൽ അവൾ ഷായരി ചൊല്ലാൻ വേദിയിൽ കയറി. പക്ഷേ സഭാകമ്പം കാരണം അവൾക്ക് നന്നായി പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഓടി നീർ വന്നെത്തുന്നത്. നീറിനെ കണ്ടതും അവൾക്കൊരു കോൺഫിഡൻസ് കിട്ടി. അവൾ മനോഹരമായി കവിത ചൊല്ലി. അവൾ കവിത ചൊല്ലിയതിന് പിന്നാലെ അവിടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. തീരുമാനം വന്നിരിക്കുന്നു. ഉടൻ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെടും. അവർക്ക് സ്വതന്ത്രമായ രാജ്യം ലഭിക്കും. കോളേജിൽ വെച്ച് പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ അത് കേട്ട് അഫ്സാനയും ഈശ്വറും ഒരേപോലെ നിരാശരും വേവലാതിക്കാരുമായി. കാരണം അഫ്സാന ഒരു മുസ്ലിമും ഈശ്വർ സിഖുകാരനുമായിരുന്നു. വിഭജനം വന്നാൽ ഈശ്വറിന് അവിടം വിട്ട് പോവേണ്ടി വരുമോ എന്ന് അഫ്സാന ഭയപ്പെട്ടു. വിഭജനം തങ്ങളുടെ ബന്ധത്തിന് തടസ്സങ്ങളുണ്ടാക്കുമോ എന്നവർ വല്ലാതെ ഭയന്നു. അതിനുശേഷം അഫ്സാന സ്വയം മുന്നിട്ട് വന്ന് ഈശ്വറിന്റെ കൂട്ടുകാരനോട് സംസാരിച്ചു. തന്റെ ഒരു കാതിലെ കമ്മൽ നഷ്ടപ്പെട്ടെന്നും അത് തിരയണം എന്ന മട്ടിലും പറഞ്ഞു. പിന്നാലെ അവൾ അവിടെ നിന്ന് നടന്നു പോകാൻ തുടങ്ങി. ഈശ്വറിന്റെ കൂട്ടുകാരന് അഫ്സാന ഈശ്വറുമായി സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നതാണെന്ന് വ്യക്തമായി. ഈശ്വറിനെ കൂട്ടുകാരൻ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. അങ്ങനെ ഈശ്വർ അഫ്സാനയ്ക്കടുത്തെത്തി അവളോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരമധ്യേ അഫ്സാനയ്ക്കും തന്നെ ഇഷ്ടമാണെന്ന സത്യം ഈശ്വർ അവിടെ വെച്ച് തിരിച്ചറിഞ്ഞു. അതവന് അളവറ്റ സന്തോഷം പകർന്നിരുന്നു. പിന്നീട് അവർ ഒരിടത്തിരുന്ന് സംസാരിച്ചു. ആ സമയം പാർട്ടീഷൻ നടന്നു കഴിഞ്ഞാൽ കുറെ ആളുകൾക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരുമോ എന്ന പേടിപ്പെടുത്തുന്ന സംശയം അഫ്സാന ഈശ്വറിനോട് ചോദിച്ചു. റാവൽപിണ്ടിയിലും മറ്റും നടന്ന അക്രമ സംഭവങ്ങൾ അഫ്സാനയുടെ മനസ്സിൽ വലിയ ഭയമുണ്ടാക്കിയിരുന്നു. അവിടെ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും അതിനെ തുടർന്ന് ധാരാളം ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തിരുന്നു. പാർട്ടീഷൻ നടന്നു കഴിഞ്ഞാൽ ഈശ്വരനും അവിടുന്ന് പോകേണ്ടി വരുമോ എന്ന് അഫ്സാന വല്ലാതെ ഭയന്നു. പക്ഷേ ഈശ്വർ അവളോട് സംസാരിച്ചു. കുറെ പേർ ഭയന്ന് അമൃത്സറിലും ഡൽഹിയിലുമൊക്കെ വീടൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ഞങ്ങൾ എവിടെയും പോകില്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാകും. ഈശ്വർ അവൾക്ക് ഉറപ്പ് കൊടുത്തു. അങ്ങനെ ഈശ്വറിന്റെയും അഫ്സാനയുടെയും മനോഹരമായ പ്രണയകഥ തുടർന്നു. അവർ രഹസ്യമായി കണ്ടുമുട്ടുകയും ഒന്നിച്ചേറെ സന്തോഷത്തോടെ സമയം ചെലവഴിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കടുത്ത മാനസിക സംഘർഷത്തോടെ അഫ്സാന ഈശ്വറിനെ കാണാൻ വന്നു. നാട്ടിൽ കലാപങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഇവിടെയും അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടുമോ എന്ന് താൻ ഭയക്കുന്നുണ്ടെന്നും അവൾ പറഞ്ഞു. തന്നെ ഒരിക്കലും ഉപേക്ഷിച്ചു പോകില്ലെന്ന് അവൾ ഈശ്വറിൽ നിന്ന് അന്ന് പ്രോമിസ് ചെയ്തു വാങ്ങി. താൻ എവിടെയും പോകില്ലെന്നും അവളുടെ അനുവാദമില്ലാതെ എങ്ങോട്ടേക്കും പോകില്ലെന്നും ഈശ്വർ അന്ന് പ്രോമിസ് ചെയ്തു. തുടർന്ന് ഈശ്വർ അഫ്സാനയെ ചുംബിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവൾ പെട്ടെന്ന് അവനെ തടഞ്ഞു. അവൻ പിന്മാറി. അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങുമ്പോൾ ഈശ്വർ അഫ്സാനയോട് മാപ്പ് ചോദിച്ചു. ഇനിമേലിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പ്രോമിസ് ചെയ്തു. എന്നാൽ അത് കേട്ട് അഫ്സാന കൂടുതൽ വ്യാകുലയാവുകയാണ് ചെയ്തത്. നാളെ തങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ലേ എന്ന് ചോദിക്കുന്ന അവൾ അവന്റെ ആ പ്രോമിസ് തിരിച്ചെടുക്കാൻ പറഞ്ഞു. അത് കേട്ട് ഈശ്വർ ഒന്ന് ചിന്താക്കുഴപ്പത്തിലായി. പിന്നാലെ താൻ ആ പ്രോമിസ് തിരികെ എടുത്തെന്ന് പറഞ്ഞു. അഫ്സാനയ്ക്ക് അത് കേട്ടതും ആശ്വാസമായി. കഥ അവിടെ നിന്നും തിരികെ വർത്തമാനകാലത്തിലേക്ക് വരുന്നു. നീർ ഒരു ദിവസം തന്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി. അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അവിടെ വെച്ച് സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും സംസാരിക്കാൻ സുഹൃത്ത് ആവശ്യപ്പെട്ടു. നീറ് മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്ത് പറയണമെന്ന് അവനൊരു പിടുത്തവുമില്ല. മുമ്പ് അവന്റെ സ്റ്റാൻഡപ്പുകൾ പാളിയിട്ടുള്ളതാണല്ലോ. എന്നാലും അവൻ അപ്പോൾ അറിയുന്ന ഒരേ ഒരു കാര്യം തന്റെ മുത്തച്ഛന്റെ പാർട്ടീഷൻ കാലത്തെ കഥ അതവൻ പറയാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നിട്ടും തന്റെ ബാല്യകാലം ചെലവഴിച്ച ആ ചെറിയ ഗ്രാമത്തിലാണ് മുത്തച്ഛന്റെ മനസ്സ് ഇപ്പോഴും ജീവിക്കുന്നത് എന്നവൻ വിവരിച്ചു. ഇന്ന് സ്വന്തം വീട്ടുകാരെ പോലും ഓർമ്മയില്ലാത്ത ആ വൃദ്ധന് തന്റെ പഴയ ഗ്രാമവും വീടും മനസ്സിൽ മായാതെ ഇപ്പോഴും നിൽക്കുന്നു. അവിടെ ഇരുന്ന പലരും ഇതുപോലെ പാർട്ടീഷന് ശേഷം നാടുവിട്ടു വന്നവരുടെ കൊച്ചുമക്കളൊക്കെയായിരുന്നു. അവരും അവരുടെ ഓർമ്മകൾ പങ്കുവെച്ചു. വളരെ തമാശ രീതിയിൽ സ്റ്റാൻഡപ്പ് ആയിട്ടായിരുന്നു നീർ അതൊക്കെ അവതരിപ്പിച്ചത്. അതവിടെയുള്ളവരെയൊക്കെ ചിരിപ്പിച്ചു. നീറിനും അതിൽ വലിയ ഇൻട്രസ്റ്റ് തോന്നി. സംസാരമധ്യേ അവിടെയുണ്ടായിരുന്ന മറ്റു പലരും തങ്ങളുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഇന്നും തങ്ങളുടെ പഴയ വീടുകളെയും പാർട്ടീഷനെയും പറ്റിയോർത്ത് വിഷമിക്കാറുള്ള കാര്യം പങ്കുവെച്ചു. അത് കേട്ടതും തന്റെ മുത്തച്ഛനെ അങ്ങനെയാണെങ്കിൽ ഇത്രയധികം വേദനിപ്പിക്കുന്ന മരണത്തിലേക്ക് പോലും പോകാതെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന മനസ്സിലെ ആ ഭാരം എന്താണെന്ന് കണ്ടെത്തണം
നടത്തണം എന്ന് നീർ തീരുമാനിച്ചു. പൂർത്തിയാകാത്ത എന്തെങ്കിലും ആഗ്രഹം മുത്തശ്ശന് ബാക്കിയുണ്ടോ എന്നായിരുന്നു അവൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. നീറങ്ങനെ പാർട്ടീഷൻ മ്യൂസിയത്തിലും മറ്റും പോയി ഒരുപാട് റിസർച്ചുകൾ ചെയ്തു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് തിരികെ പോകുന്നു. 1947 ഈശ്വർ പൊതുവെ അഫ്സാനയെ കാണാൻ പോകാറുണ്ട്. എന്നാൽ പാർട്ടീഷന്റെ ടെൻഷൻ വന്നതോടെ അഫ്സാനയെ കാണാൻ പോകുന്ന വഴിയിൽ ആ നാട്ടുകാരായ ചിലർ അവനെ തടഞ്ഞു. അഫ്സൽ എന്ന വ്യക്തിയുടെ ആളുകളായിരുന്നു അത്. അതുവരെ അവർക്കൊന്നിച്ച് ജീവിക്കാനൊക്കെ കഴിഞ്ഞിരിക്കാം, എന്നാൽ ഇനി കാര്യങ്ങൾ മാറിമറിയാൻ പോവുകയാണെന്നും അതിനാൽ ഈശ്വർ അവിടെ നിന്ന് വിട്ടുപോകുന്നതാണ് നല്ലതെന്നും ആ ആളുകൾ ഭീഷണിപ്പെടുത്തി. ഈശ്വർ പക്ഷേ അതിനെതിരെ പ്രതികരിച്ചു. പാർട്ടീഷൻ വന്നെന്നു വെച്ച് എന്തു സംഭവിക്കാനാണ്? ഓരോരുത്തർക്കും അവർക്കിഷ്ടമുള്ളയിടത്ത് നിൽക്കാമല്ലോ. ഞാൻ എവിടെയും പോകില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞവൻ കുത്തിയിരിപ്പ് സമരം നടത്താൻ തുടങ്ങി. അപ്പോഴാണ് അവരുടെ നേതാവ് അഫ്സൽ വന്നത്. അഫ്സൽ വന്ന് നാട്ടിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും കാര്യങ്ങളെപ്പറ്റിയുമൊക്കെ ഈശ്വറിന് എടുത്തു പറഞ്ഞു. മുന്നറിയിപ്പ് രീതിയിൽ അവനോട് സംസാരിച്ചു. അവിടം വിട്ടു പോകാനും പറഞ്ഞു. ഈശ്വർ അത് കേട്ട് അത്ഭുതപ്പെട്ടു. കാരണം അതിർത്തി അവിടെ വരുമെന്നോ ഏത് ഗ്രാമം ഇന്ത്യയിലും ഏത് ഗ്രാമം പാകിസ്ഥാനിലുമാകും െന്നോ അന്നാർക്കും അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഭൂരിപക്ഷമായ ആളുകൾ എവിടുണ്ടോ അവർ ആ പ്രദേശം തങ്ങളുടെ കീഴിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അന്ന് അഫ്സലും അഫ്സലിന്റെ ആളുകളും ചേർന്ന് ഈശ്വറിനെ അവിടുന്ന് തുരത്തി. തുടർന്ന് ഈശ്വർ തന്റെ കൂട്ടുകാരനൊപ്പം സ്വന്തം വീട്ടിലെത്തി. മൊത്തത്തിൽ പ്രശ്നങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഈശ്വറിന്റെ വീട്ടുകാരും കടുത്ത ആശങ്കയിലായിരുന്നു. ചുറ്റുമുള്ള അയൽക്കാരെല്ലാം ഇത്ര സ്നേഹത്തോടെ കഴിയുമ്പോ ഇവിടെ എങ്ങനെ കലാപമുണ്ടാകാനാണ് എന്നായിരുന്നു ഈശ്വർ ചിന്തിച്ചത്. അതിനാൽ ഇവിടുന്ന് പോകണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു ഈശ്വറും കുടുംബക്കാരും. ആ സമയത്ത് ഈശ്വർ തന്റെ സഹോദരിയോട് അഫ്സാനയുമായുള്ള പ്രണയത്തെപ്പറ്റി തുറന്നു പറഞ്ഞു. അഫ്സാനയ്ക്കും തന്നെ ഇഷ്ടമാണെന്നും തങ്ങൾ വിവാഹം കഴിക്കാൻ പദ്ധതിയിട്ടുണ്ടെന്നും ഈശ്വർ വെളിപ്പെടുത്തി. അത് കേട്ട് അവൾ അവർക്കായി സന്തോഷിച്ചു. അടുത്ത ദിവസം ഈശ്വറിന്റെ കൂട്ടുകാരനായി അൽത്താഫ് അവിടെ എത്തി. നാളെ തന്റെ സഹോദരിയുടെ നിശ്ചയമാണെന്ന് അവനെ അറിയിച്ചു. എന്നാൽ ഈശ്വറിനെയും കുടുംബത്തെയും അവിടേക്ക് ക്ഷണിക്കരുതെന്ന് അവന്റെ അച്ഛൻ കർശനമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നും അവൻ കൂട്ടിച്ചേർത്തു. പക്ഷേ താൻ തീർച്ചയായും വരും എന്നായിരുന്നു ഈശ്വർ പറഞ്ഞത്. സത്യത്തിൽ ഈശ്വറും കുടുംബവും അവിടേക്ക് വന്നാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ആയിടത്തെ നാട്ടുകാർ അവരോടെങ്ങനെ പെരുമാറുമെന്ന ഭയത്താലായിരുന്നു അൽത്താഫിന്റെ അച്ഛൻ അവരുടെ സുരക്ഷയെ കരുതി അങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അഫ്സാനയെ കാണാൻ ഈശ്വർ ആഗ്രഹിക്കുന്നതുകൊണ്ട് കല്യാണത്തിന് വരുമെന്ന് പറഞ്ഞു. മറ്റു വഴിയില്ലാതെ അൽത്താഫ് ഈശ്വറിനെയും സഹോദരിയെയും ക്ഷണിച്ചു. അവർ അങ്ങനെ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു വണ്ടിയിൽ പോവുകയും ചെയ്തു. അന്നായിരുന്നു പാകിസ്ഥാനും ഇന്ത്യക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടത്. അഫ്സലും അഫ്സലിന്റെ സംഘവും സ്വാതന്ത്ര്യത്തിന്റെ വലിയ ആഘോഷത്തിലായിരുന്നു. ആ പ്രദേശം പാകിസ്ഥാനിലായിരുന്നു പെട്ടിരുന്നത്. ഈശ്വറും കുടുംബവും ആ വഴി കടന്നുപോകുന്നത് സംസാരിക്കുകയായിരുന്ന അഫ്സൽ നോക്കിക്കണ്ടു. കല്യാണ നിശ്ചയത്തിന്റെ പരിപാടിയിലേക്കെത്തി. ഈശ്വറും കുടുംബവും അവിടെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ തുടങ്ങി. അവിടുണ്ടായിരുന്ന ഒരു വ്യക്തി ഏവരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഈശ്വറിന്റെ സഹോദരിയുടെ ഫോട്ടോയും എടുക്കുന്നുണ്ട്. ആ സമയത്താണ് അവർ വന്ന വിവരമറിഞ്ഞ് അൽത്താഫിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. അൽത്താഫിന്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈശ്വറും കുടുംബവും അവിടെ വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്ത് അവരുടെ സുരക്ഷയെ പറ്റിയൊക്കെ ഓർത്ത് അദ്ദേഹം ആശങ്കാകുലനായി. ആ സമയം അങ്ങോട്ടേക്ക് അഫ്സൽ കടന്നു വന്നു. അത് കണ്ടതും വാതിലുകൾ അടയ്ക്കാൻ അൽത്താഫിന്റെ പിതാവ് ഉത്തരവിട്ടു. പിന്നാലെ പോയി അഫ്സലുമായി സംസാരിച്ചു. അഫ്സല് പാർട്ടീഷന്റെ കാര്യവും ഡൽഹിയിൽ നിന്നുള്ള തന്റെ കുടുംബക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നും അൽത്താഫിന്റെ പിതാവിന്റെ സഹോദരങ്ങളോടും ഇങ്ങോട്ടേക്ക് വരാൻ ആവശ്യപ്പെടാനും പറഞ്ഞു. കൂട്ടത്തിൽ നിങ്ങളുടെ മുസ്ലിങ്ങളല്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ ഇവിടെ പാർപ്പിക്കരുതെന്നും അവരെ പറഞ്ഞുവിടാനും ഇല്ലെങ്കിൽ നിങ്ങളെ ചതിയനെന്ന രീതിയിൽ മുദ്രകുത്തപ്പെടും എന്ന തരത്തിലുമൊക്കെ അഫ്സൽ പറയുന്നുണ്ടായിരുന്നു. അൽത്താഫിന്റെ പിതാവ് പക്ഷേ ധീരമായി അഫ്സലിനെ എതിർത്ത് അവിടുന്ന് പറഞ്ഞയച്ചു. പിന്നാലെ അദ്ദേഹം അകത്തേക്ക് വന്ന് പ്രശ്നങ്ങൾ ഗുരുതരമാവാൻ പോകുന്നതിനാൽ ഈശ്വറിനെയും കുടുംബാംഗങ്ങളെയും വേഗം അവരുടെ വീട്ടിലേക്കാക്കാൻ വേണ്ടി പറഞ്ഞു. ഇതേ സമയം അഫ്സാനയും ഈശ്വറും മട്ടുപ്പാവിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. ഈശ്വറും കുടുംബവും തന്നെ വിട്ട് നാട് വിട്ടു പോകുമോ എന്ന ഭയം അഫ്സാനയ്ക്കുണ്ടായിരുന്നു. പക്ഷേ എന്തു തന്നെ വന്നാലും താനെങ്ങും പോകില്ല, അവളുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഈശ്വർ അവളെ ആശ്വസിപ്പിച്ചു. അഫ്സാന അവൻ പോകുമോ എന്ന വലിയ ഭയത്തിൽ തന്നെയായിരുന്നു. എന്നാലും ഈശ്വറിനെ കൂട്ടുവാൻ അങ്ങോട്ടേക്ക് അൽത്താഫിന്റെ പിതാവ് വന്നപ്പോ അവൾ ഓടി മാറി. പോകുന്നതിനു മുമ്പ് തന്റെ കവിത, താൻ എഴുതിയ വരികൾ, തന്റെ ശായരി അവൾക്ക് കൊടുക്കുവാൻ ഈശ്വർ ശ്രമിച്ചു. പക്ഷേ എഴുതിയ ആൾ തന്നെ എപ്പോഴും കവിത ചൊല്ലുന്നതാണ് അതിന്റെ ഭംഗി. ആ ശബ്ദത്തിലൂടെ അത് കേൾക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്നായിരുന്നു അഫ്സാന പറഞ്ഞത്. അതും പറഞ്ഞ് അവൾ അവിടുന്ന് പോവുകയും ചെയ്തു.
പിന്നാലെ പാർട്ടീഷന്റെ കാര്യങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നിരുന്നു. അവരുടെ ഗ്രാമവും പാർട്ടീഷനിൽ ഉൾപ്പെട്ടു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. മുത്തശ്ശന്റെ കഥയ്ക്ക് പിന്നാലെ പോകുന്ന നീർ ആ നാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെപ്പറ്റിയും അറിയുന്നുണ്ടായിരുന്നു. അതിനുള്ള പരിഹാരവും മറ്റും അവൻ നിർദ്ദേശിച്ചെങ്കിലും കൂട്ടുകാർ അവനെ വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യുന്ന ഇന്ത്യക്കാരൻ, ഇന്ത്യൻ സ്നേഹി എന്ന മട്ടിലൊക്കെ കളിയാക്കി. അത് കേട്ട് നീറും ഏറെ ചിന്തിച്ചു. പിന്നീടാണ് ഒരു സംഭവം നടക്കുന്നത്. മുത്തശ്ശനെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. പരിചരിക്കാൻ നിന്നിരുന്ന നഴ്സ് മുത്തച്ഛന്റെ കയ്യിൽ കുത്തിയിരുന്ന ടാറ്റു കണ്ടു. മുത്തച്ഛൻ അതോടെ ബഹളം കൂട്ടി. ബഹളം കേട്ട് നീർ ഓടിയെത്തി. ആ ടാറ്റു കണ്ടു. ഈ ടാറ്റു ആർക്കു വേണ്ടി കുത്തിയതാണ് എന്ന് മുത്തച്ഛനോട് ചോദിച്ചു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. പാർട്ടീഷൻ സംഭവിച്ച ശേഷം രാത്രിയിൽ ഈശ്വർ ഒരിക്കൽ അഫ്സാനയെ കാണാൻ പോയി. അഫ്സാന അവനെ വീട്ടിലേക്ക് വിളിച്ചു. അവിടെ വെച്ച് താൻ അവളുടെ പേര് കയ്യിൽ ടാറ്റു ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഈശ്വർ അവൾക്ക് കാണിച്ചു കൊടുത്തു. അതുകണ്ട് അഫ്സാന അളവറ്റ സന്തോഷം കൊണ്ടിരുന്നു. ഈ പേരിനി ഒരിക്കലും മാഞ്ഞുപോകില്ലെന്നും അവളെ മറന്നുപോകില്ലെന്നും ഈശ്വർ അവളോട് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് അഫ്സാനയുടെ വീട്ടുകാർ അവിടേക്ക് വരികയും അവളെ അതിരൂക്ഷമായി വഴക്കു പറയുകയും ചെയ്തു. എന്നാൽ താൻ ഈശ്വറിനെ സ്നേഹിക്കുന്നുണ്ടെന്നും ഒന്നിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അഫ്സാന ധൈര്യത്തോടെ വെളിപ്പെടുത്തി. നിലവിലെ സാഹചര്യങ്ങൾ മോശമായതിനാലാണ് ഇങ്ങനെ ഒളിഞ്ഞു കാണേണ്ടി വന്നതെന്നും അവൾ വ്യക്തമാക്കി. അത് കേട്ട് വീട്ടുകാർ കോപാകുലരായി. തുടർന്ന് അഫ്സാനയും ഈശ്വറും അവിടെ നിന്നോടെ പുറത്തേക്ക് രക്ഷപ്പെട്ടു. സുരക്ഷിതമായൊരിടത്തെത്തുമ്പോ താൻ ഇനി അവളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുമെന്നും ഭയപ്പെടേണ്ടതില്ലെന്നും ഈശ്വർ അവൾ ഉറപ്പു നൽകി. അഫ്സാന സന്തോഷവതിയായി. തുടർന്ന് ഈശ്വരോട് അവിടെ നിന്ന് പോകാൻ അഫ്സാന ആവശ്യപ്പെട്ടു. ഈശ്വർ യാത്ര പറഞ്ഞ് മടങ്ങുകയും ചെയ്തു. കഥ വീണ്ടും പ്രസന്റിലേക്ക് തിരികെ വരുന്നു. വിഭജനത്തിനു മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്നതും ഇപ്പോൾ പാകിസ്ഥാനിൽ കഴിയുന്നതുമായ ആളുകളെ ബന്ധപ്പെടാൻ നീർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പാർട്ടീഷന്റെ സമയത്ത് അവരുടെ അറിവുകളും മറ്റ് കാര്യങ്ങളും പ്രയോജനപ്പെടുത്തലായിരുന്നു അവന്റെ പദ്ധതി. ആ സമയം അവരിൽ ചിലരിൽ നിന്ന് മുത്തച്ഛന് കാണിച്ചു കൊടുക്കാൻ പാർട്ടീഷൻ സമയത്തെടുക്കപ്പെട്ട പഴയ ചിത്രങ്ങൾ അവന് കിട്ടി. അവൻ ആ ഫോട്ടോസ് മുത്തച്ഛനെ കാണിച്ചു. ഫോട്ടോസ് കാണിക്കുന്നതിനിടെ ഒരു പെൺകുട്ടിയുടെ ചിത്രം കണ്ട് മുത്തച്ഛന്റെ ആരോഗ്യനില വീണ്ടും വഷളായി. മുത്തച്ഛൻ മനസ്സിൽ ഓർത്തിരിക്കുന്നത് ഈ പെൺകുട്ടിയായിരിക്കും എന്ന് നീർ കരുതുന്നെങ്കിലും അത് യാഥാർത്ഥ്യത്തിൽ ഈശ്വരന്റെ സഹോദരിയായിരുന്നു. ആ ഫോട്ടോ കണ്ടതും അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ കൂടുതൽ വഷളായി. എന്നാൽ ആ സഹോദരി ഇപ്പോൾ എവിടാണെന്ന് ആർക്കും ഒരു അറിവുമുണ്ടായിരുന്നില്ല. സ്വന്തം സഹോദരി എവിടെയാണെന്ന് മുത്തച്ഛന് പോലും അറിയില്ല എന്നോർത്ത് നീർ അത്ഭുതപ്പെട്ടു. ആ സമയത്ത് നീറിന്റെ അച്ഛനും അവിടേക്ക് വന്നു. അച്ഛനെ കാണുന്ന മുത്തച്ഛൻ കടുത്ത ദേഷ്യത്തിലാവുകയും വിവാഹം കഴിക്കരുതെന്ന് താൻ മുമ്പേ പറഞ്ഞിരുന്നതല്ലേ എന്ന മട്ടിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. നീറിന്റെ അമ്മ മരണപ്പെടാൻ ഇവനാണ് കാരണം എന്ന് പറഞ്ഞ അച്ഛനെ കൂടുതൽ ദേഷ്യത്തിൽ ശപിക്കുകയും മറ്റും മുത്തച്ഛൻ ചെയ്യുന്നുണ്ടായിരുന്നു. തങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ കഴിയാത്തതിൽ ഇനിയൊരു സ്ത്രീയും ഇവിടെ ജീവനോട് ബാക്കിയുണ്ടാകില്ലെന്ന ശാപം ഈ കുടുംബത്തിനുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. മുത്തച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് നീറിന് മനസ്സിലായില്ല. തുടർന്ന് അതിനെപ്പറ്റി അറിയാൻ നീർ അച്ഛനെ ചോദ്യം ചെയ്തു. ആദ്യം മടിച്ചെങ്കിലും ഒടുവിൽ തനിക്കറിയാവുന്ന സത്യങ്ങൾ നീറിന്റെ അച്ഛൻ വെളിപ്പെടുത്തി. അവരുടെ കുടുംബത്തിലേക്ക് കടന്നുവന്ന സ്ത്രീകളെല്ലാം ഒന്നൊന്നായി മരണപ്പെടുകയായിരുന്നു. അത് കുടുംബത്തിനേറ്റ ശാപമാണെന്നാണ് മുത്തച്ഛൻ എപ്പോഴും വിശ്വസിച്ചത്. അതുകൊണ്ടാണ് തന്റെ മക്കളാരും വിവാഹം കഴിക്കരുത് എന്ന് മുത്തച്ഛൻ നിർബന്ധം പിടിച്ചതും. ഇതിനിടയിൽ ശരിക്കും എന്താണ് സംഭവം, എന്താണ് പിന്നീട് നടന്നത് എന്ന് നീറിന് അറിയണമായിരുന്നു. മുത്തച്ഛന്റെ സഹോദരനെ നീർ അതിനുവേണ്ടി കണ്ടു. അദ്ദേഹത്തോട് അറിയാവുന്നത് പറയാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹവും ഒന്നും തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. അന്ന് നീർ അദ്ദേഹത്തോട് പറഞ്ഞ് അപേക്ഷിച്ചു. മുത്തച്ഛന്റെ ജീവിതം മുഴുവൻ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരുന്നു. ഈ അവസാന നിമിഷമെങ്കിലും അദ്ദേഹത്തിന് സമാധാനത്തോടെ കണ്ണടയ്ക്കണം. അതെന്റെ ആഗ്രഹമാണ്. അതിനെന്നെ സഹായിക്കണം. അത് കേട്ട് ഇളയ സഹോദരൻ മുഴുവൻ കഥയും പറയാൻ തുടങ്ങി. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സർഗോദയിലും കലാപം കൊടുമ്പിരി കൊണ്ടു. ഈശ്വരന്റെ കുടുംബത്തിന് അതോടെ വീടുപേക്ഷിച്ച് ഓടേണ്ടി വന്നു. രാത്രിയിൽ അവിടെ നിന്നിറങ്ങുമ്പോ സ്ത്രീകളെ കൂടെ കൂട്ടുന്നത് സുരക്ഷിതമല്ലെന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ആ സമയത്ത് അൽത്താഫിന്റെ അച്ഛൻ അങ്ങോട്ട് വന്നു. അൽത്താഫിന്റെ അച്ഛനെ വിശ്വസിച്ച് സ്ത്രീകളെ സുരക്ഷിതമാക്കി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിർത്തണം എന്ന രീതിയിൽ സംസാരിച്ചുറപ്പിച്ച് കുടുംബത്തിലെ പുരുഷന്മാർ ഇന്ത്യയിലേക്ക് പോവാൻ തീരുമാനിച്ചു. സ്ത്രീകൾ തങ്ങളും കൂടെ വരികയാണെന്ന് പറഞ്ഞെങ്കിലും അവരെ ആശ്വസിപ്പിച്ച് സുരക്ഷിതമായി അൽത്താഫിന്റെ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞ് അവർ യാത്ര തിരിച്ചു. അൽത്താഫിന്റെ അച്ഛനും താൻ അവരെ സംരക്ഷിച്ചോളാമെന്ന് ഉറപ്പുകൊടുത്തിരുന്നു. പുരുഷന്മാർ ആദ്യം പോയി അവിടെ കാര്യങ്ങൾ ശരിയാക്കിയ ശേഷം തിരികെ വന്ന് സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുപോകാം എന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. റാവൽപിണ്ടിയിലെ സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ ഓർത്തായിരുന്നു അവർ അത്തരമൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടതും. അൽത്താഫിന്റെ അച്ഛൻ സ്ത്രീകളെ രഹസ്യമായി വീട്ടിലേക്ക് കൊണ്ടുപോയി. കലാപം പൊട്ടിപ്പുറപ്പെട്ടതോടെ വലിയ സംഘം ആളുകൾ പലായനം ചെയ്യുന്നുണ്ടായിരുന്നു. വഴിനീളെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പലയിടത്തും ഈശ്വരനും മറ്റും ഒളിക്കേണ്ടി വന്നു. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അവർ ഇന്ത്യയിലെത്തി അഭയാർത്ഥികളായി മാറി. അവിടെ എത്തിയെങ്കിലും സ്വന്തം വീടിനെയും തങ്ങളുടെ സ്ത്രീകളെയും പറ്റി ആലോചിക്കാതിരിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവർ സുരക്ഷിതരായി
മനുഷ്യരാണോ എന്ന ചിന്ത അവരെ നിരന്തരം മാനസിക ബുദ്ധിമുട്ടിലാഴ്ത്തി. ഒടുവിൽ സ്ത്രീകളെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ ഈശ്വറിന്റെ അച്ഛൻ ഈശ്വറിനെയും കൂട്ടി സർഗോദയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ പോകുന്നതിനു മുമ്പ് പോലീസുകാർ അവരെ തടഞ്ഞു. അവിടുള്ളവർ ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണ്. അവർ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ മറ്റുള്ളവർക്ക് സംഭവിച്ച ദാരുണാന്ത്യമായിരിക്കും അവർക്കും നേരിടേണ്ടി വരിക എന്ന ഓഫീസേഴ്സ് മുന്നറിയിപ്പ് നൽകി. അവിടെ ഉപേക്ഷിച്ചത് അത്രയും മറന്നേക്കാൻ ആ ഓഫീസേഴ്സ് പറഞ്ഞു. ഈശ്വറിന്റെ അച്ഛൻ പോലീസിനോട് കാലുപിടിച്ചപേക്ഷിച്ചു. ഇത് കണ്ട് ഈശ്വർ അച്ഛൻ വിഷമിക്കണ്ടെന്നും താൻ തനിയെ പോയി രഹസ്യമായി സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുവരാമെന്നും ഉറപ്പ് പറഞ്ഞ് അവൻ പോലീസിനെ വിട്ട് ചവടം നോടി. അവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന ട്രെയിനിൽ അവൻ കയറിപ്പറ്റി. മുസ്ലിം വേഷധാരിയായിട്ടായിരുന്നു അവന്റെ യാത്ര. പക്ഷേ യാത്രാമധ്യേ ആ ട്രെയിൻ ആക്രമിക്കപ്പെട്ടു. ഇന്ത്യയിലെ കലാപകാരികൾ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നവരെ ട്രെയിനിനകത്ത് വെച്ച് വെട്ടിക്കൊന്നു. ഇതിനകത്തു നിന്നും ഒരു തരത്തിലായിരുന്നു ഈശ്വർ രക്ഷപ്പെട്ടത്. ഒരുപാട് കഷ്ടതകൾ താണ്ടി ഈശ്വർ കുറെ സഞ്ചരിച്ചെങ്കിലും ഒടുവിൽ പോലീസിന്റെ പിടിയിൽപ്പെട്ടു. പോലീസ് അവനെ ട്രെയിനിൽ കയറ്റി തിരികെ ഇന്ത്യയിലേക്ക് അയച്ചു. ഈശ്വർ അന്ന് തന്റെ കുടുംബത്തെ പറ്റിയൊക്കെ വിളിച്ചു പറഞ്ഞ് ഏറെ വിലപിക്കുകയും കരയുകയും ചെയ്തിരുന്നു. അത്രയും പറഞ്ഞ് അനിയനും കഥ പറച്ചിൽ നിർത്തി. ബാക്കി സംസാരിക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. പക്ഷേ നീർ അദ്ദേഹത്തിന്റെ ഈ മാനസികാവസ്ഥയെ ചോദ്യം ചെയ്തു. തങ്ങൾ അനുഭവിച്ചതൊക്കെ തങ്ങളോടുകൂടി ഇല്ലാതാകട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സത്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഒന്നും അവസാനിക്കില്ലെന്നും അതിന്റെ വിത്ത് തങ്ങളിലേക്കും വിതയ്ക്കപ്പെടും എന്നുമായിരുന്നു നീറിന്റെ മറുപടി. ഒടുവിൽ എല്ലാം തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറായി. പാർട്ടീഷന് ശേഷം പാകിസ്ഥാനിലേക്ക് പോവാനുള്ള അനുമതി നേടി ഈശ്വറും അനിയനും അൽത്താഫിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ അൽത്താഫിന്റെ അച്ഛനെ കണ്ടു. അദ്ദേഹം ആകെ തകർന്ന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് അവരനട്ടിക്കുന്ന സത്യങ്ങൾ അറിഞ്ഞു. ഈശ്വർ അന്ന് ഇന്ത്യയിലേക്ക് വരാൻ പോയ ട്രെയിനുണ്ടല്ലോ, ആ ട്രെയിനിൽ കൂട്ടക്കൊല നടന്നിരുന്നല്ലോ. ട്രെയിൻ പാകിസ്ഥാനിലെത്തിയപ്പോൾ അഫ്സലിന്റെ നേതൃത്വത്തിലുള്ളവർ അത് കണ്ടു. തന്റെ കുടുംബാംഗങ്ങളടക്കം കൊല്ലപ്പെട്ടത് കണ്ട അഫ്സൽ ആ വെറിയിൽ അവിടെയുള്ള സിഖുകാരെയും ഹിന്ദുക്കളെയും കൊല്ലാൻ വേണ്ടി കോപ്പുകൂട്ടി. ആളുകളെ സംഘടിപ്പിച്ച് അവർ ഉണ്ടെന്ന് അറിയാവുന്ന അൽത്താഫിന്റെ പിതാവിന്റെ വീട്ടിലേക്ക് അവർ കടന്നു വന്നു. അൽത്താഫിന്റെ അച്ഛനെ ചതീനെന്ന് പറഞ്ഞ് പിടികൂടി വീടിനകത്തേക്ക് അവർ ഇരച്ചു കയറി. തടയാൻ ചെന്ന അൽത്താഫിനെ അവർ ക്രൂരമായി കൊന്നു. ഈശ്വറിന്റെ കൂട്ടുകാരൻ ക്രൂരമായി കൊല്ലപ്പെട്ടു. അവിടുത്തെ പെണ്ണുങ്ങളിൽ പലരെയും അവർ ഛിന്ന ഭിന്നമാക്കി. താനും തന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളും ക്രൂരതയ്ക്കിരയാകും എന്ന് മനസ്സിലാക്കിയ ഈശ്വറിന്റെ അമ്മ കുടുംബത്തിലെ ഓരോ പെണ്ണുങ്ങളെയും വിളിച്ച് കഴുത്തറുത്തു കൊന്നു. ഒടുവിൽ സ്വയം മരണത്തിനും കീഴടങ്ങി. അപ്പോഴേക്കും അൽത്താഫിന്റെ അച്ഛൻ തോക്കുമായി വന്ന് കലാപകാരികളെ ഓടിച്ചിരുന്നു. അഫ്സലിനെ അദ്ദേഹം വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. പക്ഷേ ഈശ്വറിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മകനെയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അതിൽ പിന്നെ അദ്ദേഹമാകെ തകർന്ന അവസ്ഥയിലാണ്. ഈശ്വർ മടങ്ങാനിറങ്ങിയപ്പോൾ അൽത്താഫിന്റെ അച്ഛൻ പറഞ്ഞു, നീ മടങ്ങി ചെല്ലുമ്പോൾ നിന്റെ അച്ഛനോട് ഞാനും മരിച്ചുപോയെന്ന് പറയണം. അദ്ദേഹം മനസ്സുകൊണ്ട് പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു. വാക്ക് പാലിക്കാൻ കഴിയാത്തതുകൊണ്ട്. ഇതെല്ലാം കേട്ട് തകർന്നുപോയി ഈശ്വർ മടങ്ങാൻ തുടങ്ങുമ്പോ അവൻ അഫ്സാനയെ ഓർത്തു. ആ സമയത്ത് അഫ്സാനയുടെ ഭർത്താവ് അവിടെ എത്തുകയും ഈശ്വറിനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അഫ്സാനയെ താൻ വിവാഹം കഴിച്ച കാര്യം അയാൾ ഈശ്വറിനോട് വെളിപ്പെടുത്തി. അഫ്സാനയുടെ അച്ഛനൊരു പ്രിന്റിംഗ് പ്രസ് ഉണ്ടായിരുന്നുവെന്നും അവിടെ വെച്ച് ജനങ്ങളുടെ ഐക്യത്തെക്കുറിച്ച് സംസാരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ രാജ്യദ്രോഹിയെന്ന് മുദ്രകുത്തി അവരെല്ലാം പ്രസ് തീയിട്ട് നശിപ്പിച്ചുവെന്നും അയാൾ വിവരിച്ചു. അവരുടെ കുടുംബസ്ഥിതി തികച്ചും പരിതാപകരമായപ്പോഴാണ് അവരുടെ ഈ വിവാഹം നടന്നത്. എന്നാൽ ഈശ്വർ തീർച്ചയായും തിരികെ വരും എന്ന അഫ്സാനയ്ക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നുവെന്നും അവളെപ്പോഴും അത് പറയാറുണ്ടായിരുന്നുവെന്നും അയാൾ വ്യക്തമാക്കി. ഈശ്വറിനെ സുഹൃത്തെന്നായിരുന്നു അഫ്സാന പറഞ്ഞിരുന്നത്. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യ്, താൻ അഫ്സാനയെ വിളിക്കാം എന്ന് പറഞ്ഞ് അയാൾ മുറിയിലേക്ക് പോയി. ഈശ്വർ ആ സമയം തന്റെ കുടുംബത്തിലെ സ്ത്രീകളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇനി ഇവിടെ ബാക്കിയൊന്നുമില്ലെന്നും ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കരുതെന്നും അവൻ തന്റെ സഹോദരനോട് പറഞ്ഞു. അഫ്സാന വരുന്നതുവരെ കാത്തിരിക്കാതെ ഈശ്വർ സഹോദരനുമായി അവിടുന്ന് മടങ്ങി. തൊട്ടു പിന്നാലെ അഫ്സാന ഈശ്വറിനെ കാണാൻ അങ്ങോട്ടേക്ക് ഓടിയെത്തിയെങ്കിലും അതിനോടകം ഈശ്വർ അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. നീറെല്ലാം കേട്ടു. ഇനിയും മുത്തച്ഛൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഈശ്വറിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മുത്തച്ഛന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ഈശ്വർ തന്റെ കൈ ഉയർത്തി കയ്യിലെ പച്ചകുത്തൽ കാണിച്ച് ജിയ എന്ന് നീറിനോട് പറഞ്ഞു. തന്റെ പ്രണയിനി അഫ്സാനയെ അഥവാ ജയയോർത്താണ് മുത്തച്ഛൻ ഇപ്പോഴും ഇരിക്കുന്നത് എന്ന കാര്യം നീറിന് മനസ്സിലായി. അതുകൊണ്ട് അഫ്സാനയെപ്പറ്റി അന്വേഷിക്കാൻ പാകിസ്ഥാനിലേക്ക് പോകാൻ നീർ തീരുമാനിച്ചു.
ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് ഈശ്വറിന് എളുപ്പത്തിൽ പാകിസ്ഥാനിലേക്ക് പോകാമായിരുന്നു. അവിടെ അവനെ സഹായിക്കാൻ ഫോണിലൂടെ അവൻ ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ മുത്തച്ഛന്റെ ഒരു ഡയറി കൂടെ വന്ന സ്ത്രീക്ക് വായിക്കാൻ നീറു കൊടുത്തു. അതിലെഴുതിയിരുന്നത് അത്രയും ഉറുദുവിലുള്ള ശായരികളായിരുന്നു. അത്രമേൽ അർത്ഥവത്തായ വിഭജനത്തിന്റെ ഭാരം പേറുന്ന, പ്രണയത്തിന്റെ ഭാരം പേറുന്ന വരികൾ നിറഞ്ഞ കുറെ ശായരികൾ. അവർ അതെല്ലാം ഉറുദുവിൽ വായിച്ച് നീറിന് തർജ്ജമ ചെയ്തു കൊടുത്തു. ആ കവിതകളിൽ നിന്നും നീറിന്റെ മനസ്സ് മാറി. താൻ എന്താണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നീർ മനസ്സിലാക്കി. അവന് സ്വന്തം നാട്ടിലേക്ക് എല്ലാം വിട്ടെറിഞ്ഞ് തിരിച്ചു വരണമായിരുന്നു. നാടിനു വേണ്ടി ജീവിക്കണമായിരുന്നു. അച്ഛനുമായി എപ്പോഴും പ്രശ്നത്തിലായിരുന്നെങ്കിലും നീറത് തന്റെ അച്ഛനോട് തുറന്നു സംസാരിച്ചു. അച്ഛനും നീറിനെ മനസ്സിലായി. അവനെ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ചു. അവരങ്ങനെ പാകിസ്ഥാനിലെ മുത്തശ്ശൻ ജീവിച്ചിരുന്ന ഇടത്തെത്തി അഫ്സാനയെ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ ഇതിനിടയിലാണ് മുത്തശ്ശന്റെ അവസ്ഥ കൂടുതൽ വഷളായി എന്ന് പറഞ്ഞ് നീറിന് കോൾ വരുന്നത്. നീറപ്പോഴേക്കും സർഗോദയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അവൻ വീഡിയോ കോളിലൂടെ മുത്തശ്ശന് സർഗോദ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. സർഗോദ കണ്ടതോടെ മുത്തശ്ശൻ പൂർണ്ണ ഉണർവിലേക്ക് വരികയും നീറിന് വഴി പറഞ്ഞു കൊടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞുകൊടുത്ത വഴി പിന്തുടർന്ന് അവരൊടുവിൽ അഫ്സാനയുടെ വീട്ടിലെത്തി. അവിടെ ഒരു വയസ്സായ സ്ത്രീയെ കാണുമ്പോൾ അവരാണ് അഫ്സാന എന്ന് നീർ കരുതി. എന്നാൽ അത് അഫ്സാനയുടെ അനിയത്തിയായിരുന്നു. അവർ നീറിനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ജിയ. അഫ്സാന ഇവരെന്റെ സിസ്റ്റർ ഇൻ ലോ ആയിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് അവൾ മരണപ്പെട്ടു. അവളുടെ അവസാന നാളുകളിലും അവൾ പറയുമായിരുന്നു കീനു തിരികെ വരുമെന്ന്. മുത്തശ്ശൻ അന്വേഷിച്ചിരുന്ന വ്യക്തി മരണപ്പെട്ടു എന്നത് നീറിന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയം വീണ്ടും വീഡിയോ കോൾ വന്നു. മുത്തച്ഛന്റെ പ്രിയപ്പെട്ട ജിയയുടെ ഫോട്ടോ നീർ വീഡിയോ കോളിലൂടെ കാട്ടി. ആ വീഡിയോ കോളിൽ ജിയ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന പോലെ ഈശ്വറിന് തോന്നി. ഈശ്വർ വേഗത്തിൽ തന്റെ കയ്യിൽ നിന്നും ഒരു പേപ്പർ എടുത്തു. അതിൽ താൻ എഴുതിയ ശായരി വായിക്കാൻ തുടങ്ങി. പണ്ട് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ അവളെ വായിച്ചു കേൾപ്പിക്കാൻ പറ്റാതെ പോയ അതേ ശായരി, അതേ കവിത. ആ വരികളിൽ അദ്ദേഹത്തിന്റെ പ്രണയം മുഴുവനുമുണ്ടായിരുന്നു. അദ്ദേഹം അത്ര നാളും അവളെ മറന്നിട്ടില്ലെന്നും അവളെ നെഞ്ചിൽ സൂക്ഷിച്ചിരുന്നെന്നും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നെന്നും ആ കവിത പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ തവണ നിന്നോട് പറയാതെ, നിന്റെ അനുവാദം വാങ്ങാതെ എനിക്ക് പോരേണ്ടി വന്നു. ഇപ്പോഴും ഞാനൊരു യാത്രയുടെ വക്കീലാണ്. ഇത്തവണ നിന്റെ അനുവാദമില്ലാതെ എനിക്ക് പോകാനാകില്ല. നീ എനിക്ക് പോവാൻ അനുവാദം തരുമോ? അദ്ദേഹത്തിന്റെ കണ്ണുകളും അത് കേൾക്കുന്ന നീറിന്റെ കണ്ണുകളും അവിടുള്ള ഏവരുടെയും കണ്ണുകളും വല്ലാതെ നിറഞ്ഞിരുന്നു. ജിയ എന്ന ഈശ്വറിന്റെ പ്രിയപ്പെട്ട അഫ്സാന അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അധികം വൈകിയില്ല. ഏറെ സമാധാനത്തോടെ പുഞ്ചിരിയോടെ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയാൻ തയ്യാറായി. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.